ഇന്നിപ്പോ മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞത് വഖഫ് ബോർഡാണ് ഈ ഇതിനൊക്കെ ഉത്തരവാദികൾ എന്നുള്ളത്. വഖഫ് ബോർഡ് വീണ്ടും ഈ മുസ്ലിങ്ങളെ നിയമിക്കണമെന്നുള്ള സുപ്രീം കോടതിയിലടക്കം വഖഫ് ബോർഡ് എടുത്ത നിലപാടാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവിന് ഇതിനായിട്ടുള്ള മറുപടിയായിട്ട് വഖഫ് ബോർഡിനെയാണ് പ്രതിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി നിർത്തുന്നത്. ഓക്കെ, അത് കേട്ടു. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, ഒന്നുകൂടി കടത്തി പറഞ്ഞു. ഇത്തവണ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടു, ഞങ്ങൾ 2 നോൺ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊള്ളാം, ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ്. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ അഡ്വൈസ് കൊടുക്കുന്നത് എന്ന് പറയാനറിയില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് ഉള്ളത് അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി? ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് അപ്പോയിൻറ്റ് ചെയ്യാനുള്ളത്? ഞങ്ങൾ വഖഫ് ബോർഡ് അപ്പോയിൻറ്റ് ചെയ്തു കൊള്ളാം എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അധികാരമില്ലല്ലോ. ഒന്നാമത്തത്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് സുപ്രീം കോടതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഹുദൈഫ അഹമ്മദി, മുൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദിയുടെ മകൻ, സീനിയർ അഡ്വക്കേറ്റ്, പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ഹുദൈഫ അഹമ്മദിയുടെ കീഴിലാണ് അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇമ്മാതിരി വിഡ്ഢിത്തൊക്കെ അവർ വിളമ്പുമോ? ഇതിന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് സമ്മതിച്ചു എന്നാണ്, വിരോധമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയട്ടെ, ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയോട് മറുപടി പറയാനല്ല ഞാനിത് പറയുന്നത്. അദ്ദേഹത്തെ എതിർക്കാനും ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തോട് എതിരുമല്ല, ഗവൺമെൻറ്റിനോട് മത്സരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കൃത്യനിർവഹണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആകെ വേറെ ഒരു പണിയില്ല എന്ന രീതിയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ കയറി അതങ്ങ് കൊളാക്കുക എന്നല്ലാതെ വേറെ ഒരു പണിയില്ല ഇവർക്ക് എന്ന് തോന്നും. അദ്ദേഹം എൻ്റെ ബഹുമാന്യനായ എൻ്റെ സുഹൃത്തു കൂടിയാണ്, പഴയകാല സുഹൃത്തു കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു നിയമോപദേശത്തിൻ്റെ അഭാവം കാണുന്നുണ്ട്. ആരാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. എല്ലാം ഇന്ന് ഡിജിറ്റൽ രേഖയല്ലേ. സുപ്രീം കോടതിയിൽ ഗവൺമെൻറ്റിന് വേണ്ടി വാദിച്ചവരെന്താ പറഞ്ഞത്? അതിനോട് ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത്? ഇനി ഇതൊക്കെ പോട്ടെ, ഈ വഖഫിലെ ഈ 2 നോൺ മുസ്ലിങ്ങളെ കയറ്റി അത് പൂർത്തിയാക്കുക എന്ന ഈ ദുർബോധത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടതാരാ? ശാന്തമായി പോകുകയായിരുന്നല്ലോ. ആര് തുറന്നു വിട്ടു? നിങ്ങൾ ചോദിക്കുമോ? അത് 2-ാം തീയതി 2/6/26 ആദ്യമായി മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അസ്ഹർ പെരുമുക്ക് എന്ന വ്യക്തി ആദ്യം ഗവൺമെൻറ്റിലൊരു പരാതി കൊടുക്കുകയാണ്. ഇത് ഇൻകംപ്ലീറ്റഡ് ആണ്, അതുകൊണ്ട് പൂർത്തീകരിക്കണം, സെക്ഷൻ 14 അനുസരിച്ച് മുഴുവൻ ആളുകളെയും പൂർത്തീകരിക്കണം എന്ന്. ആ പരാതി കൊടുത്തതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പരാതി വെച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് സജൽ എന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ്, ഭാരവാഹിയായ സജൽ, ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഓഫ് മാൻഡമസ് കൊടുക്കുകയാണ്. ആ റിട്ട് ഓഫ് മാൻഡമസിൽ പറയാണ്, എൻ്റെ കക്ഷിയായിട്ടുള്ള അസ്ഹർ പെരുമുക്ക് ഗവൺമെൻറ്റിന് കൊടുത്ത നിവേദനം അനുസരിച്ച് 11 അംഗങ്ങളെ പൂർത്തീകരിച്ച് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 നോൺ മുസ്ലിങ്ങളടക്കം, അതിനുള്ള ഓർഡർ ഇടണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതി അത് നിരാകരിച്ചു. കാരണം റിട്ട് ഓഫ് മാൻഡമസിൻ്റെ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എന്നതുകൊണ്ട്. വേറെ നിങ്ങൾ PIL കൊണ്ട് വരാൻ പറഞ്ഞു. ഇതിനിടയിലാണ് ഷോൺ ജോർജ് ഒരു PIL വരുന്നത്. ഇതിന് ശേഷമാണ്. ആദ്യം ഈ ദുർബോധത്തെ തുറന്നു വിടുന്നത് ആരാണ്? എവിടുന്നാണ്? എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം? പിന്നെ ഷോൺ ജോർജ് ഇത് പക്കയിലങ്ങ് പറഞ്ഞു. ഷോൺ ജോർജിന് ശേഷം ഒരു കാസ ബന്ധമുള്ള ഒരു ക്രിസ്ത്യൻ ഒരു അസംബ്ലീസ് ഓഫ് ചർച്ച് ട്രസ്റ്റ് ഒരു സംഘടന അതും വന്നു. അവരും ഇത് തന്നെ ആവശ്യപ്പെട്ടു. അവരൊന്നുകൂടി പറഞ്ഞു, മുനമ്പം ഭൂമി വഖഫിൽ കയറ്റിയത് ഈ ബോർഡാണ്, അതുകൊണ്ട് ഇവർക്കെല്ലാം നടപടി വേണം എന്നുകൂടി അവർ എടുത്തു പറഞ്ഞു. അപ്പോൾ ആവശ്യം എന്തെന്ന് മനസ്സിലായല്ലോ. മൂന്നാമത് ഒരു പാർട്ടിയും കൂടി വന്നു. അദ്ദേഹം സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം സംഘപരിവാർ ബന്ധമുള്ള വ്യക്തി, എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചയിലൊക്കെ വരാറുള്ളതല്ലേ. സ്റ്റാലിൻ ദേവനും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. പിന്നെയുള്ളത് ഷിയായുടെ പ്രതിനിധിയായിട്ട് വന്നൊരു കാര്യമാണ്. ഇതാണ് പെറ്റീഷൻസ് ഉള്ളത്. ഈ പെറ്റീഷൻ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് ആദ്യത്തെ പെറ്റീഷൻ ലീഗിൻ്റെ തള്ളിയല്ലോ. പിന്നെ ആദ്യത്തെ പെറ്റീഷൻ ഉള്ളത് BJPയുടെയാണ്. നിങ്ങൾ പെറ്റീഷനൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ടേബിളിൽ വെച്ച് പ്രിപ്പയർ ചെയ്തതുപോലെ നമുക്ക് വ്യക്തമാകും. പല സെൻറ്റൻസും ഒരേ സെൻറ്റൻസാണ് ഈ 4ലും കടന്നുകൂടിയിട്ടുള്ളത്. എന്നിട്ട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്, ഈ പെറ്റീഷന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്.
വിചിത്രമെന്ന് പറയട്ടെ, ഒത്തുകളിക്കലൊക്കെ ഉണ്ട് ഗവൺമെൻറ്റും വാദ്യം പ്രതിയൊക്കെ ആയിട്ട് കോടതിയിൽ. ഇത് പക്കേരങ്ങ് പറഞ്ഞു, യെസ് വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ എന്നെടുത്ത് പറഞ്ഞു. ഞങ്ങൾ ആ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ബോർഡിന് പറയാനേ ഹൈക്കോടതിയിൽ അവസരം കിട്ടിയില്ല. നമ്മുടെ കൗൺസിൽ ഓർഡർ ഉണ്ടല്ലോ, നിങ്ങൾ ലൈവിലോ അടിച്ചു നോക്കി നോക്കൂ. ഇപ്പോഴും എല്ലാം ഡിജിറ്റൽ റെക്കോർഡല്ലേ ഇപ്പോൾ. ലൈവിലോയിൽ അത് ഇപ്പോഴും പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ മുഖ്യമന്ത്രിയോട് ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അദ്ദേഹത്തോട് നമ്മുടെ കോടതി തന്നെ പറയുന്നു, ഞങ്ങളുടെ ഓർഡർ റെസ്പോൺസ് കോടതിയിൽ ബോർഡിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞു, ഐ ആം ഇൻസ്ട്രക്റ്റഡ് ദാറ്റ് ദോസ് അഥവാ 2 non-Muslims ആർ കെപ്റ്റ് വെയിറ്റിംഗ്. കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ വാസ് നോട്ട് ഡൺ സിൻസ് ദ മാറ്റർ വാസ് കെപ്റ്റ് പെൻഡിങ് ബിഫോർ ദ സുപ്രീം കോർട്ട്. കൃത്യമായിട്ട് രേഖയാണ്. അഥവാ 2 non-Muslimങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുക എന്നത് സുപ്രീം കോടതിയിൽ മാറ്റർ പെൻഡിങ് ആയതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് പറ്റാത്തത്, ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വ്യക്തമായി നമ്മുടെ വക്കീൽ പറഞ്ഞതാണ്. കോർട്ട് രേഖയാണ്. എന്നിട്ട് ജഡ്ജ്മെൻ്റ് സമയത്ത് കോടതി അവസാനം അന്ന് തന്നെ ജഡ്ജ്മെൻ്റ് എടുക്കുകയാണ്. ആ ജഡ്ജ്മെൻ്റ് സമയത്ത് നമ്മുടെ വക്കീൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കോപ്പി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒന്ന് നീട്ടി വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ സമ്മതിച്ചില്ലല്ലോ. കോടതി അന്ന് തന്നെ ജഡ്ജ്മെൻ്റ് ഇറക്കാൻ വാശി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു കോടതി. പക്ഷേ നമ്മുടെ വക്കീൽ പറഞ്ഞത് എടുത്തു പറഞ്ഞു. കോടതി ആ ജഡ്ജ്മെൻ്റ് സമയത്ത് എടുത്തു പറഞ്ഞു. അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് നോക്കൂ, ഓർഡർ കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫോർ ദ വഖഫ് ബോർഡ് ഹാസ് ദാറ്റ് ലാൻഡ് കൗൺസിൽ, ഞങ്ങളുടെ വക്കീൽ കൗൺസിലർ വഖഫ് ബോർഡ് ഹാസ് സബ്മിറ്റഡ് ദാറ്റ് he had not yet received the statement filed on behalf of the second respondent. അഥവാ ഗവൺമെൻറ്റിന് വേണ്ടി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം നീട്ടി തരണ മാറ്റർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മാത്രമല്ല, ഇറ്റ് ഈസ് further submitted that the non-Muslim members could not have been appointed in view of pendency of matters before the Honorable Supreme Court. ജഡ്ജി പറഞ്ഞാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞാണ്, വഖഫ് ബോർഡിൻ്റെ വക്കീൽ മാറ്റർ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം, മാത്രമല്ല 2 non-Muslimങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം സുപ്രീം കോടതിയിൽ ആ കേസ് പെൻഡിങ് ആണ്, അത് തീരുന്ന മുറയ്ക്ക് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ, അതിന് അനുവാദം വേണം എന്ന രീതിയിൽ ബോർഡിന് വേണ്ടി പറയുന്നു. എന്നിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാലോ, ബോർഡ് അങ്ങനെ ആവശ്യപ്പെട്ടു, ബോർഡ് ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ ബോർഡിന് എന്താണ് ലോക്കൽ സ്റ്റാൻഡ്? സർക്കാരാണല്ലോ അപ്പോയിൻറ്റിങ് അതോറിറ്റി, സർക്കാരാണല്ലോ വെക്കേണ്ടത്, ബോർഡല്ലല്ലോ വെക്കേണ്ടത്. വി ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ആക്ട്. ഈ ആക്ടിൻ്റെ ഉൽപ്പന്നമാണ് ഞങ്ങൾ. ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിൻ്റെ ഉൽപ്പന്നമാണ്. ഞങ്ങളെങ്ങനെ ഇതിലാളെ അപ്പോയിൻറ്റ് ചെയ്യുക? ഇത് വളരെ വിചിത്രമായി പറഞ്ഞു. പിന്നെ മാത്രമല്ല, വേറെ ഒരു സുപ്രീം കോടതിയിൽ അതിനേക്കാൾ രസകരമായ സംഭവമാണ്. സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് അത് പച്ചയിൽ പറഞ്ഞല്ലോ. സുപ്രീം കോടതിയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്, ബോർഡ് ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് അംഗീകരിക്കും, നിങ്ങൾ ഹൈക്കോടതിയിൽ നിങ്ങൾ പറഞ്ഞില്ലയോ 2 non-Muslimങ്ങളെ അടക്കം വെക്കാമെന്ന് ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുപ്രീം കോടതിയിലും ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ ഗവൺമെൻറ്റിൻ്റെ സീനിയർ കൗൺസിൽ ഇത് തന്നെ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഇതെല്ലാം രേഖയായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണല്ലോ. ആണോ? ഇതാ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടുത്തല്ലേ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ വഖഫിന്റെ പുതിയ ഭരണഘടന പ്രകാരം തന്നെ അതിൽ മുസ്ലിം ഇതര ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഭേദഗതി വന്നിരുന്നല്ലോ. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അവസാന ഘട്ടത്തിൽ ഉറപ്പുവരുത്തുന്നുള്ള സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. പിന്നീട് അവരത് ചെയ്യാതെ ഭരണം മാറിയ സമയത്ത് അവരതിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മറുപടി എന്താ? യഥാർത്ഥത്തില് താങ്കളെ ഉൾപ്പെടെ നിയമിച്ച LDF സർക്കാർ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നുള്ള ചോദ്യമാണ്. അത് ശരി, കറക്റ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശുദ്ധ അസംബന്ധം എന്നല്ലാതെ എന്ത് പറയാനാ? അതൊക്കെ ഇപ്പോൾ രേഖയുണ്ടല്ലോ. ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്ത ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടിയിൽ പറയുന്നുണ്ട് 2 പേരെ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല.
അത് പിന്നീട് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് എന്ന് മാത്രമേ പറഞ്ഞു. നോൺ മുസ്ലിം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ 2 അപ്പോയിൻറ്റ് ചെയ്തുള്ള സ്ഥിതി എന്താണ്? 10ാമത്തെയും 11ാമത്തെയും വന്നു കഴിഞ്ഞാൽ 2 നോൺ മുസ്ലിങ്ങളാണ്. മനഃപൂർവ്വം ആ 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ഒഴിവാക്കി വെച്ചത്. ഒഴിവ് കഴിവ് പറഞ്ഞ് നേരെ സുപ്രീം കോടതിയിലേക്ക് വെച്ച് സുപ്രീം കോടതിയുടെ പെൻഡിങ്ങിലിരിക്കുന്ന കേസിൽ, ഈ കേസല്ല മുമ്പേ പെൻഡിങ് ഇരിക്കുന്ന കേസിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വരുമ്പോൾ അതിനനുസരിച്ച് വെക്കാമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നീട്ടിക്കൊണ്ടുപോകാമായിരുന്നല്ലോ. എന്തിനാ ധൃതി കാണിച്ചത്? അത് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭരണകക്ഷി ഇപ്പൊ UDF അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. UDF പോയിട്ട് ഏതോ ഒരു അപക്വമായ ഒരു നിയമോപദേശത്തിൻ്റെ പേരിൽ പോയി കുടുങ്ങിയതാണ്. ബോർഡിൽ ആരെങ്കിലും ഞങ്ങളുടെ 2 ആളെ കയറ്റാമെന്നായിരിക്കും മോഹിച്ചിട്ടുണ്ടാവുക. അവർ യഥാർത്ഥത്തിൽ ഷോൺ ജോർജിന്റെ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള പെറ്റീഷനാണല്ലോ സപ്പോർട്ട്. അതെ, അതിൽ ലീഗിന് തന്നെ ഒരു ഭിന്നത ഉണ്ടെന്ന് പുറത്തു വന്നിരുന്നല്ലോ. ലീഗിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യാതാണ് വകുപ്പ് മന്ത്രിയോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുന്നതാണ്. നിയമം മുഖ്യമന്ത്രിയുടെ ഭാഗത്താണല്ലോ. ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, ഞങ്ങളോട് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഷോൺ ജോർജിൻ്റെ പെറ്റീഷനെ ഞങ്ങൾ വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ എന്ന് നേരൊക്കെ ചൊവ്വേ AG അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് ലീഗിൽ അഭിപ്രായമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ സമ്മതത്തോടു കൂടി എന്നല്ല പറഞ്ഞതെന്നാണ് ഇവർ വിശദീകരിച്ചിട്ടുള്ളത്. പറയാതിരിക്കുമോ? ആരാണ് AG? അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ഇവരുടെയൊക്കെ നിയമോപദേശകനായ AG വെക്കുമ്പോഴേ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ലേ? എന്തിനു വെക്കാൻ പോയി? അങ്ങനത്ത് വടി കൊടുത്ത് അടിപടിച്ചതല്ലേ ഗവൺമെൻറ് ഇപ്പോൾ ഈ ദുർഭൂതത്തെ കോടതിയിൽ നിന്ന് പുറത്തു വിട്ടു. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ, ഞങ്ങൾക്ക് സർക്കാരിനോട് ഒരുവിധ എതിർപ്പുമില്ല. ഞങ്ങൾ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ച ഇപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ 100 ദിന പരിപാടിയിൽ വെച്ചുകൊണ്ട് ഇവർക്ക് മുത്തവല്ലിമാർക്കുള്ള ട്രെയിനിങ് പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഞങ്ങൾക്കതിൽ യാതൊരു വിദ്വേഷവുമില്ല. പക്ഷേ നിയമം അനുവദിക്കാത്ത കാര്യത്തിൽ ഗവൺമെൻറ് എടുത്തുചാടിയാൽ ആർക്കാണെങ്കിലും പണി കിട്ടും. അതാണ് ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ ഗവൺമെൻറ്, ഇടത് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡ് 8ൻ്റെ പണിയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആവശ്യമായി ഇല്ലാതെ പോയി കുടുങ്ങി 16ൻ്റെ പണി മേടിച്ചിട്ടില്ലേ? എന്തിന് വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് ചുമലിലിട്ടു? ഇതിപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ലല്ലോ.